നമ്മുടെ സംസ്ഥാനത്ത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാവരും തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ 2026 മാർച്ച് 23 തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. എല്ലാവരും ഇത് അറിയേണ്ടതാണ്. മുമ്പത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്താകമനവും സ്ഥിതി തുടരുന്നത്. ഇന്ധനക്ഷാമം ഉണ്ടാകാമെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആവശ്യമായ ഇന്ധനം രാജ്യത്തെത്തുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ധന ലഭ്യത കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുമ്പുണ്ടായിരുന്ന അതേ നിയമം തന്നെയായിരിക്കും ഇപ്പോഴും ബാധകമാകുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസത്തിന് ശേഷം മാത്രമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. നഗരപ്രദേശങ്ങളിൽ 25 ദിവസത്തിന് ശേഷമാണ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ആദ്യ സിലിണ്ടർ എടുത്ത ദിവസത്തിൽ നിന്നും ഈ കാലയളവ് കണക്കാക്കണം. അതിനു മുമ്പ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അത് സാധ്യമാകുകയില്ല. ചിലപ്പോൾ നമുക്ക് ബുക്കായാലും വിതരണ സമയത്ത് ഡെലിവറി ലഭിക്കില്ലെന്ന് ഏജൻസികൾ അറിയിക്കും. അതുകൊണ്ട് സിലിണ്ടർ എടുത്ത തീയതി ശ്രദ്ധിക്കുക. 45 അല്ലെങ്കിൽ 25 ദിവസം കഴിഞ്ഞ് മാത്രം ബുക്ക് ചെയ്യുക. സിലിണ്ടറിന്റെ അടിസ്ഥാന വില 922 ആണ്. അടുത്തിടെ 60 വർദ്ധിച്ചതിനാലാണ് ഈ നിരക്ക്. ട്രാൻസ്പോർട്ട് ചാർജ് കൂടി ചേർത്ത് ഏകദേശം 970 മുതൽ 1050 വരെ നൽകേണ്ടി വരാം. ദൂരമനുസരിച്ച് ചാർജ് വ്യത്യാസപ്പെടും. 5 മുതൽ 10 കിലോമീറ്റർ, 10 മുതൽ 15 കിലോമീറ്റർ, 15 കിലോമീറ്ററിൽ കൂടുതൽ ചില ഏജൻസികൾ ഒറ്റ നിരക്കായും ഈ ചാർജ് ഈടാക്കുന്നു. ഈ ലിമിറ്റ് കഴിഞ്ഞാൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടാകുകയില്ല. ഇതിൽ ഈക്വൈസി സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതുവരെ ഈക്വൈസി ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ പൂർത്തിയാക്കണം. ഭാവിയിൽ ഇത് നിർബന്ധമാകാൻ സാധ്യതയുണ്ട്. ഈക്വൈസി ചെയ്യാത്തവർക്ക് റീഫിൽ നൽകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ അവർ തന്നെ ഈക്വൈസി ചെയ്യണം. ഇത് ബയോമെട്രിക് പരിശോധന പോലെയാണ്. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള നോക്കാം. ഗ്യാസ് ഏജൻസി വഴിയോ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ നിങ്ങൾക്ക് ഈക്വൈസി ചെയ്യാവുന്നതാണ്. ഓരോ ഏജൻസിയുടെ തരം ആപ്പുകൾ ലഭ്യമാണ്. HP ഗ്യാസ് ആപ്പ്, ഇന്ത്യൻ ഓയിൽ, ഭാരത് ഗ്യാസ് ആപ്പ്, ആധാർ ഫേസ്, ആഡി ആപ്പ് ഇങ്ങനെ ലഭ്യമാണ്. കണക്ഷൻ ഉടമ മരിച്ചിട്ടില്ലെങ്കിൽ ആദ്യം ഓണർഷിപ്പ് മാറ്റുക, തുടർന്ന് ഈക്വൈസി പൂർത്തിയാക്കുക. ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്.